ഞങ്ങൾ മാർക്കറ്റിൽ ഇവിടുന്ന് മാറ്റം ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ ജീവൻ പോയാലും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ മാർക്കറ്റിൽ ഇവിടുന്ന് പോകൂല. ഇടതുപക്ഷം വന്നാലും പോകൂല, ഇടതുപക്ഷം വന്നില്ലെങ്കിലും പോകൂല, ഭരണം കിട്ടിയാലും പോകൂല. കോൺഗ്രസ് ഭരണം കിട്ടിയാൽ കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ള മാർക്കറ്റ് പോകൂല. മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തുന്നു. പാളയം മാർക്കറ്റ് മാറിക്കഴിഞ്ഞാല് ഇവിടെ കാണുന്ന ഇത്രയും ഈ തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിലില്ലാതാവും. ഒന്നാമത് കാരണം വെച്ചാല് ഇവിടുത്തെ ഈ കച്ചവടമൊന്നും അവിടത്തേക്ക് പോയാല് അതൊരു ഒഴിഞ്ഞ ഭാഗത്താണ്. ഇത് കോഴിക്കോടിന്റെ സെന്റർ നടുവിലാണ് പാളയം മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാല് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കച്ചവടത്തിന് നല്ലൊരു കച്ചവടം പോലും അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇവിടെയുള്ള പീടികകൾക്കൊന്നും അവിടെ കൊടുത്തത് മുകളിലാണ് കൊടുത്തത്. പുതിയ മാർക്കറ്റില് മുകളിലായിട്ടാണ് അവർ കൊടുത്തത്. മുകളിൽ കൊടുത്തു കഴിഞ്ഞാല് കച്ചവടം എന്താ, താഴത്തുള്ള റൂമുകളൊക്കെ വലിയ വലിയ പൈസക്കാർക്ക് കൊടുത്തിട്ട് മുകളിലാണ് കച്ചവടം നമുക്ക് തന്നത്, ഈ പീടികൾക്കൊക്കെ കൊടുത്തത്. അതിനാൽ കച്ചവടം ഉണ്ടാവില്ല മുകളിലുള്ള ആൾക്കാർക്ക്. ഇവിടുന്ന് മാറാനാണ് തെരുവോര കച്ചവടക്കാർ മാറി കഴിഞ്ഞ് നമുക്കുള്ളത് 80ഓളം ആൾക്കാർക്കുള്ളതാണ് തന്നത്. അതൊന്നും നമുക്കും ഈ തെരുവിലെ കച്ചവടം എന്ന് പറഞ്ഞാല് വഴിയോര കച്ചവടമാണ്. ഈ വഴി നടന്നു പോകുന്ന സാധനം വാങ്ങുന്ന കച്ചവടമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നടന്നു വരാൻ ആൾക്കാരുണ്ടല്ലോ, വാങ്ങാൻ ആൾക്കാരൊന്നും വരില്ല. ഇവിടുന്ന് വരുന്ന സൗകര്യമൊന്നും അവിടെ കിട്ടൂല ആൾക്കാർക്ക് വാങ്ങാൻ വരും. പെട്ടെന്ന് മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാല് സാമ്പത്തിക ലാഭമാണ് ഇതിലുള്ള മെയിൻ പ്രശ്നം. ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള പൈസ സാമ്പത്തികമുള്ള മെച്ചത്തിന് വേണ്ടിയിട്ട് നമ്മളെമായുള്ള ആൾക്കാർക്ക് ഈ ചെറുകിട കച്ചവടക്കാരെ നോക്കാതെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാണ് നമ്മളൊക്കെ ജീവിതം ഇനിയിപ്പോ കണ്ടറിയേണ്ടി വരും.